ഇനി ഞാൻ അവിടെ ഒറ്റക്കാര്യം കൂടി പറയാം. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ മടവൂര് ശൈഖുനെ ആദരിച്ചു എന്ന് ഞാൻ പറഞ്ഞില്ലേ? ഇതുപോലെ ഇന്ന് നിലവിലുള്ള മശായിഖന്മാർ, ആ മശായിഖന്മാരെ അംഗീകരിക്കാൻ വർഷങ്ങളോളം അദ്ദേഹത്തിന് ആവശ്യം വരുമ്പോഴാണ് പോയി കണ്ടിട്ടുണ്ടല്ലോ. ഇന്നെന്താ അവസ്ഥ? കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ ഇരുത്തി പഠിപ്പിച്ച് പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്തപ്പോ മൂപ്പരത് ഉൾക്കൊള്ളുന്നുണ്ടല്ലോ. അതേ വീഡിയോ ഞങ്ങൾ കണ്ട് നിങ്ങളുടെ മുമ്പിൽ പ്രദർശിച്ചപ്പോ അതിനെ പരിഹസിക്കാനല്ലാതെ അതിനെ അംഗീകരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. അത് വേറൊരു കാര്യം, അതൊരുപാടുണ്ട്. പക്ഷേ സോഷ്യൽ മീഡിയയിലും ഇവിടെ പല മേഖലകളിലും ഞങ്ങൾ എ.പി. അബൂബക്കർ മുസ്ലിയാരെ ആളുകളാണെന്ന് പറയുന്നവർ എ.പി. അബൂബക്കർ മുസ്ലിയാർ പോയിരിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് വരെ കളിയാക്കുന്നു. യഥാർത്ഥത്തിൽ ആരെയാ പരിഹസിക്കുന്നത്? കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ അല്ലേ? നമ്മൾ അതിന്റെ വീഡിയോ പുറത്തുവിട്ടല്ലോ. ഇവിടെ വീഡിയോ ഞങ്ങളായിട്ട് പുറത്തുവിട്ടതല്ല, ഞങ്ങളെ കൊണ്ട് നിങ്ങൾ ചെയ്യിച്ചതാ. മശായിഖന്മാരെ സംബന്ധിച്ചിടത്തോളം അവരെടുത്ത് ആര് വന്നാലും പോയാലൊക്കെ ഓൽക്ക് സമ. അവർക്ക് ആരുടെയും സർട്ടിഫിക്കറ്റിന്റെ ആവശ്യവുമില്ല. പ്രത്യേകിച്ച് രണ്ട് കാലത്തിനും സാക്ഷിയായ ഉന്നതരായ മശായിഖന്മാർ, അവർക്കെന്തിനാ എ.പിക്കാരുടെ അംഗീകാരം? ശംസുൽ ഉലമയുടെ കൂടെ കൂടിയ ചരിത്രങ്ങൾ ഞാൻ പറഞ്ഞില്ലേ? പിന്നെ എന്താ ഇതിന്റെ കാരണം? ഞങ്ങൾ വന്ന വഴി ആർക്കും ഇവിടെ അറിയാലോ. നമ്മൾ ആദ്യകാലത്ത് മുജാഹിദിനെ കുറിച്ച് ശക്തമായി പറഞ്ഞു. പിന്നെ മുജാഹിദിന്റെ വാദം ഇവർ പറയാൻ തുടങ്ങി, നേല് പോലെയുള്ള വാദങ്ങൾ. അപ്പൊ അത് ശരിയല്ലെന്ന് നമ്മൾ പറഞ്ഞു. മശായിഖുമായുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞു. ആ സമയത്താണ് മശായിഖന്മാരോ നിങ്ങൾക്കേടെ മശായിഖന്മാരെന്ന് ചോദിച്ച് നിങ്ങൾ വന്നത്. നമ്മൾ പറഞ്ഞു വല്ലാതെ പറയണ്ട, നിങ്ങളുടെ ടോപ്പ് നേതാക്കൾ തന്നെയും വന്നിരിക്കുന്ന സ്ഥലമാണ് ഞങ്ങളുടെ മശായിഖിന്റെ ഹദറത്തുകൾ. നിഷേധവുമായി വന്നു. പിന്നെയും ഞങ്ങൾ കാത്തിരുന്നു. ആദ്യം ഒരു ഫോട്ടോ വിട്ടുകൊടുത്തു. അപ്പൊ അവര് നമ്മൾ തന്നെ കൈമാറിയ ഒരു വീഡിയോ വിട്ടിട്ട് പറഞ്ഞു, ഇതാ ഞങ്ങളുടെ കയ്യിൽ വീഡിയോ ഉണ്ട്, ഞങ്ങൾ ആഘോഷിക്കാൻ പോവാണ്, നിങ്ങൾ ഞങ്ങളോടത് പറയണ്ട. അങ്ങനെ കൊട്ടുക്കരക്കാരൻ വീഡിയോയുമായി വന്നപ്പോഴാണ് ഞങ്ങൾക്ക് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ വന്ന വീഡിയോ എടുത്ത് പുറത്തുവിടേണ്ടി വന്നത്. അല്ല, നമ്മള് എത്ര കയ്യിൽ നമ്മളെ മുമ്പ് ഇതുണ്ട്? ഈ സാധനം നമ്മളെ കയ്യിൽ എത്തുന്നതിന് മുമ്പ് മശായിഖിന്റെ കയ്യിലില്ലേ? നിങ്ങൾ നിഷേധിക്കുന്നവർക്കറിയാമല്ലോ. അതുകൊണ്ട് തന്നെ അതിന്റെ രേഖ ആവശ്യമായി വരും എന്നതുകൊണ്ടല്ലേ അത് സൂക്ഷിച്ചു തന്നെ അവർ വെക്കുന്നത്. അപ്പൊ ഞങ്ങൾ അത്തരം ക്ലിപ്പുകൾ ഇടാൻ ഉദ്ദേശിച്ചതല്ല, ഞങ്ങളെ പ്രമേയവും അതല്ല, ഓൽക്കതിന്റെ ആവശ്യവുമില്ല. പക്ഷേ നിങ്ങൾ ഞങ്ങളെ നിർബന്ധിച്ചപ്പോ, ഇനിയിപ്പോ ഞാൻ പറഞ്ഞു വല്ലാതെ നിർബന്ധിപ്പിക്കണ്ട, ഇതൊക്കെ സാമ്പിളുകൾ മാത്രമാണ്. നിങ്ങളുടെ മുശാവറ തീരുമാനിച്ച തീരുമാനങ്ങൾ തന്നെ ബാത്തിലാക്കുന്ന നേർക്ക് നേരെയുള്ള ക്ലിപ്പുകൾ വേറെ ആരുമില്ല. മശായിഖന്മാരും ഇവരും കൂടിയിരുന്ന് സംസാരിക്കുന്നത് ഞങ്ങൾ പുറത്തുവിട്ടാൽ പിന്നെ നിങ്ങളെ മുശാവറക്ക് എന്ത് വിലയുണ്ടാകുക? ഞങ്ങൾ ചോദിച്ചു. ആ ചോദ്യം തലക്ക് കുടുങ്ങിയിട്ട് ഇപ്പൊ അങ്ങനെ കറങ്ങി നടക്കുക. മെല്ലെ ചോദിക്കുക എന്താ അതിലുള്ളത്. പുറത്തു വരുമ്പോ കാണാമക്ക്. അടങ്ങി നിന്നാ ഇനി നിങ്ങൾക്ക് അവസരമുണ്ട്. ഞമ്മക്ക് അങ്ങനെ ഒരാളെ അങ്ങോട്ട് ഇല്ലാതെ ആക്കിയല്ലോ വേണ്ടത്. ഇപ്പൊ വന്നതന്നെ ഉണ്ടല്ലോ അത്യാവശ്യം. അതിന്റെ ശേഷം ഒരു ക്ലിപ്പ് വിടാനുണ്ട്. അത് ശംസുൽ ഉലമയുടേതാണ്. ശംസുൽ ഉലമ തന്നെ അവരെ കുറിച്ച് പറയുന്ന ക്ലിപ്പുണ്ട്. ഇതൊക്കെ നിങ്ങൾ ഞങ്ങൾ അതിലേക്ക് എത്തിച്ചതാ. കച്ചവടന്നൊക്കെ പറഞ്ഞു നോക്കി ഒരു കാലത്ത്. എന്ത് കച്ചവടം? 40 കൊല്ലം കച്ചവടം ചെയ്തിട്ട് തീരാത്ത കച്ചവടം. എത്ര സ്ഥലത്തങ്ങൾ പോയി കണ്ട്, രാത്രി എത്ര സമയങ്ങൾ ഇരിക്കണ്. എന്നിട്ട് എന്താ നിങ്ങളോട് ഒരു പറയുന്നത്?
നല്ല നല്ല വർത്താനല്ലേ പറയണത്. ശരിക്ക് ചിന്തിക്കണം മുഅ്മിനീങ്ങൾ. കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ ഇരുത്തിയിട്ട്, ചെറിയ ഉസ്താദിനെ ഇരുത്തിയിട്ട് പറയുന്നത് എന്താ? ഇമാമീങ്ങൾ പോയ വഴിയിൽ നിങ്ങൾ പോണ്ടേ? ഇമാമീങ്ങളുടെ ശൈഖുമാരെ കുറിച്ച് പറയ്. അവർ ശൈഖിനെ സ്വീകരിച്ചവരല്ലേ? എന്താ മടവൂര് ശൈഖിനെ പോയ വഴിയിൽ നിങ്ങൾ പോകാത്തത്? ഇതൊക്കെ കച്ചവടം. ആദർശത്തിന്റെ അടിത്തറ പഠിപ്പിച്ചു തരിക. ഇത് വളരെ, അതാണ് APO. ഞാൻ എൻ്റെ വിഷയത കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ കൂടെ നിങ്ങളില്ല. ഈ ചോദ്യം ചോദിക്കുമ്പോ തിരിച്ചു ചോദിക്കാൻ കാന്തപുരത്തിന് കഴിയുന്നില്ല. മൂപ്പർ അവിടെ ഇരുന്നത് കേൾക്കാണ്. ഇന്ന് വരെ അതിനെതിരെ മൂപ്പർ പറഞ്ഞിട്ടില്ല. അണികളായങ്ങൾക്കോ അത് അംഗീകരിക്കാൻ തൗഫീഖ് ഉണ്ടായില്ല. നിങ്ങൾ കളിക്കുന്നത് ആരോട്? മശായിഖിനോട്. മൻ ആദാ ലീ വലിയ, എന്റെ വലിയനോട് ഒരാൾ ശത്രുത വെച്ചാൽ ഞാൻ അവനോട് യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട്. വലിയുള്ള എന്ന് സ്വന്തം കൈപ്പടയിൽ ശൈഖുൽ മശായിഖ് മടവൂർ ശൈഖുന എഴുതി രേഖപ്പെടുത്തിയ ഒരു മഹാനായ ഉന്നതമായ ഹദറത്തിനെ സംബന്ധിച്ച് പച്ചയായ കളിയാക്കലും പരിഹസിക്കലും ചെയ്ത് നിങ്ങൾ എവിടെ എത്തി കൂട്ടരെ? നിങ്ങൾ ആദ്യം നിങ്ങളെ മൊയിലാരെങ്കിലും ഒന്ന് അംഗീകരിക്ക് അല്ലേ? ആ ഇരുത്തും ചോദ്യമൊക്കെ ഒന്ന് കേട്ടോക്കി നിങ്ങള്. അല്ല, നിങ്ങളൊക്കെ ചെയ്യേണ്ടി എന്താന്ന് പറഞ്ഞാൽ മടവൂർ ഒരു മുഞ്ചാരുണ്ടായിരുന്നു, വടകരമാതാക്കി ഒരു മുഞ്ചാരായിരുന്നു, ആലുപോക്കർ മുഞ്ചാർ ഒരു മുഞ്ചാരായിരുന്നു. ഇതൊക്കെ മുഞ്ചാമാരെന്നാ. എന്താ എനിക്കെന്താ നിങ്ങൾ പോകാത്ത? നിങ്ങൾക്ക് വാദങ്ങളാണ്. നിങ്ങൾ ഹിസാബ് എടുക്കും. നിങ്ങളെ സമാനങ്ങൾ പറയേണ്ടി വരും. ഏറ്റവും കൂടുതൽ പറയേണ്ടി നിങ്ങളായിരിക്കും. ഞാനൊന്നല്ല. വളരെ കൃത്യമായിട്ട് മുന്നിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കല്ലേ? ഹിസാബ് എടുക്കുങ്ങളെ, ഉത്തരം പറയേണ്ടി നിങ്ങള്. എന്താ മടവൂര് ഷെയ്ഖ് പോയ വഴിയിൽ നിങ്ങൾ പോകാത്ത? ഇമാമിങ്ങൾക്ക് ഷെയ്ഖില്ലായിരുന്നോ? നിങ്ങൾക്ക് വേണ്ടേ അത്? നിങ്ങളെ ഹിസാബ് എടുക്കും. നല്ല കച്ചവട. അത് ഗൗരവത്തിൽ പറയേണ്ടതാ. അങ്ങനെ തന്നെ പഠിപ്പിച്ചു കൊടുക്കൽ. അതുപോലെ നന്നാക്കുകയാണ്. ഇത് പറയുമ്പോ അബൂബക്കർ മുസ്ലിയാർക്ക് പ്രശ്നമല്ല, ചെറിയ ഉസ്താദിന് പ്രശ്നമല്ല. നേരെ മുന്നിലിരുത്തി നിങ്ങളുടെ മരണദിനം എനിക്കറിയാനും ഓൽക്ക് പ്രശ്നമല്ല. അതറിയാന്ന് ഓൽക്ക് അറിയും ചെയ്യാം. ഓലോടത് പറഞ്ഞിട്ടുണ്ട്. പ്രശ്നമായിരിക്ക ഈ നിയൽവാദി അനുയായികൾക്ക്. എന്നിട്ട് ചോദിക്കുക, അതെങ്ങനെ? അതൊക്കെ അറിയോ? മരണദിനം തീരുമാനിക്കുന്ന അസ്രായീലല്ലേ അലൈഹിസ്സലാം. അസ്രായീലിന് തീരുമാനിച്ച് കൊടുക്കുന്നവരാണോ മശായിഖുമാർ? അത് അലിയുൽ ഖവാസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, അലിയുൽ ഖവാസ് തങ്ങൾക്ക് ഒരാളെ കണ്ടാൽ അവരുടെ ആയുസ് അറിയാം. അസ്രായീലിന് വരെ പറഞ്ഞു കൊടുത്ത മശായിഖ് ഉണ്ട്. അൽമിനെ എടുത്തോ. ഒരു മഹാന്റെ മകനെ മരിപ്പിക്കാൻ വേണ്ടി അസ്രായീൽ വന്ന സംഭവമുണ്ട്. അസ്രായീൽ അലൈഹിസ്സലാമിനോട് മൂപ്പര് പറഞ്ഞു, ആയില്ലല്ലോ, എവിടുന്ന് വന്നതാ, ഇപ്പൊ തന്നെ വരാൻ ആയില്ലല്ലോ, 7 മാസം കൂടി ഇവർക്ക് ഹയാത്തുണ്ട്. അസ്രായീൽ അലൈഹിസ്സലാം തിരിച്ചുപോയി എന്നാണ് വിവരം അറിയിച്ചു. ശരിയാണ്, ഞാൻ മാറി വന്നതാണ്. അൽമിനനില്ലേ? അതല്ലേ മലക്കുകളെയും നിയന്ത്രിക്കുന്നവരാണ് ഔലിയാക്കളെന്ന് അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞതാണോ? മൂപ്പര കൂടങ്ങളില്ല. പേരോട് കറാമത്തിനെ നിഷേധിച്ചു വന്നപ്പോ അത് നടക്കൂലെന്ന് നേരിട്ട് പറഞ്ഞ മഹാനേതാവാണ് മഹാനവറുകൾ. അത് പറഞ്ഞ അബൂബക്കർ മുസ്ലിയാർക്ക് അത് ബോധ്യവുമാണ്. അവച്ചോടുക്ക് കുറച്ചിങ്ങനെയൊന്നായാൽ ശരിയാവില്ല. പറയാണേ നേരെ പറയാ. നിങ്ങൾക്ക് നേരെ പറഞ്ഞ അല്ലെ സെൽഫികൾ അതുപോലെ പറയാം. എന്താ സെൽഫികൾ എന്തിനാ ഭയപ്പെടുന്നത്? ഈ സംഘടന ഉണ്ടാക്കാനും സംഘടന മഹത്വം പറയാനും ഈ സംഭവങ്ങളാക്കാൻ നിലനിർത്താനും ഒക്കെ മടവൂരിന്റെ പേര് ഇറങ്ങിയിട്ടില്ല. നേർച്ചയ്ക്കും വെക്കുക, പൈസയും വേണം, പാട്ടപ്പീരും വേണം. സ്ഥാനം പറഞ്ഞൂല, കറാമത്ത് പറഞ്ഞൂല. എന്നാ ഉസ്താദിനെ പറ്റി കറാമത്ത് പറയുന്നുണ്ടല്ലോ, അത് ഉള്ളതല്ലാത്തതോ?
വേറെ പറ്റി സിറാജുലൂദനെ പറ്റി ഇവിടെ പല മഹത്വവും കറാമത്തും പറയുന്നുണ്ടല്ലോ. ഇതുള്ളതോ ഇല്ലാത്തതോ? ഇതൊക്കെ എന്തെന്ന് പറയാമെങ്കിൽ മടവിനെ പറ്റിയാ പറയാൻ ആളില്ലാത്തത്. വിടൂലേ, ഒരു ഇഞ്ച് വിടൂല. ആരും മനസ്സിലാക്കണ്ട, ഇറങ്ങന്നെ ചെയ്യും. നാട്ടുകാർ മതി, വേറെ ആരും വേണ്ട. നമുക്ക് നേരെ മുമ്പിലിരുത്തി പഠിപ്പിച്ചു കൊടുക്കുന്ന ഈ രംഗം കാണുമ്പോ AP അബൂബക്കർ മുസ്ലിയാരെ അംഗീകരിക്കുന്ന ഒരാളാണ് ഈ കരയല്ലേ ചെയ്യാ. ഈ ഇരിക്കുന്ന മഹാനെ തെറി പറയാൻ ആർക്കെങ്കിലും ധൈര്യം വരൂ? അവരെ അംഗീകരിക്കണ്ട, AP അബൂബക്കർ മുസ്ലിയാരെ അംഗീകരിക്കുന്നവർക്ക് കഴിയോ? അതാ ഞാൻ പറഞ്ഞ, നിങ്ങൾ കാന്തപുരത്തിന്റെ മദ്ഹബിലല്ല. അവര് പറയുന്നതിനെ ഗണ്ണിക്കണമെങ്കിൽ ആദ്യം ഗണ്ണിക്കൽ കാന്തപുരം മുസ്ലിയാരല്ലേ. ഈ കാന്തപുരം ഉസ്താദ് എന്ന് പറഞ്ഞ ആള് ഹയാത്തിലില്ലേ കൂട്ടരെ? ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, മൂപ്പർക്ക് പ്രസംഗിക്കാനും അറിയാലോ. ആ പോയിരുന്ന ഹദറത്ത് അവര് ശരിയല്ലെങ്കിൽ ശരിയല്ല എന്നൊരു വാക്ക് മിസ്റ്റർ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ കൊണ്ട് പറയിപ്പിക്കാൻ നിയൽവാദിക്കാകുമോ? നിങ്ങൾ ആദ്യം അതല്ലേ ചെയ്യേണ്ടത്? നിങ്ങളിപ്പോ എന്താ മനസ്സിലാക്കിയത്? അവരെ ഇരുത്താ ചിലർക്ക് പ്രശ്നം. അതെങ്ങനെ ഉസ്താദിന്റെ മുമ്പിൽ ഇരുത്തുന്നത്? ഉസ്താദിന് പ്രശ്നമല്ല, ഉസ്താദിനറിയാ. ഉസ്താദ് നമ്മളെ ശൈഖിനോട് പറഞ്ഞെന്താ? മടവൂര് ശൈഖ്, വടകര ഓറ്, താഴേക്കോട് ഹസനുസാഹിദ് തങ്ങള്, അങ്ങനെ എണ്ണി കോയപ്പാപ്പ റളിയല്ലാഹു അൻഹു, ഈ കണ്ണിയിൽ ഇന്നുള്ള മുത്താണിവര്. നിങ്ങൾ കൂടെ കൂടിയതിൽ വലിയ സന്തോഷം, തൗഫീഖാണ്. ഇതാ ഉസ്താദ് പറയുന്നത്. ആ ഉസ്താദായി അവർക്കെന്ത് AP അബൂബക്കർ മുസ്ലിയാർ? അവർക്ക് സിട്ടികളൊക്കെ സമം. അവര് രാജകീയ ഇരുത്തല്ല ഇരിക്കുക, അവരെ അറശിന്റെ മേലിൽ അള്ള ഇരുത്തിയതല്ലേ. നിങ്ങളെ നോക്കണ മണിയാ. പിന്നെ അവിടെ അത് നൂറും മിന്നൂരില്ല. അള്ളാഹുവിന്റെ നൂറിനെ ഊതിക്കെടുത്തണമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അവൻ കെട്ടുപോകുമെന്നല്ലാതെ നൂറിവിടെ തെളിയുക തന്നെ ചെയ്യും. അതിങ്ങനെ തെളിഞ്ഞ് തെളിഞ്ഞ് ഉയർന്നു വരുമ്പോ നേർച്ചക്കുറ്റി വെക്കാൻ നിങ്ങൾ വരരുതേന്നേ ഉള്ളൂ. മടവൂർ ശൈഖുനായെ കുറിച്ച് ഈ കുറ്റൊക്കെ പറഞ്ഞിട്ട് അതിലെ ഉപരി പറഞ്ഞു കൊടുക്കണത്. അവരതാണല്ലോ പറഞ്ഞു കൊടുക്കണത്. സ്ഥാനം പറയാൻ പറ്റൂല, കറാമത്ത് പറയാൻ പറ്റൂല, നേർച്ചക്കുറ്റി വെക്കാൻ. ഇത് ലോകമൊത്തം അംഗീകരിക്കുമ്പോ പോലെ വരും. ഞങ്ങളെ ഉസ്താദും പോയിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്കും വേണം ഒരു നേർച്ചപ്പെട്ടി. ഇതിനല്ലേ ഞങ്ങൾ ഔലിയാക്കന്മാരെപ്പോൾ, അതിനല്ലേ ഗ്രാൻഡ് മക്കാമ് പദ്ധതിയിട്ട് പൊളിഞ്ഞ് പാളി സായിപ്പ്. നേരത്തെ അൻവർ ഉസ്താദ് പറഞ്ഞല്ലോ. അപ്പൊ ശരിക്ക് ചിന്തിച്ചോളി, ആഖിറമാണ് ഇവിടുത്തെ വിഷയം. സ്വയം നേതാവിന് EK ഉസ്താദും അവരും തമ്മിലുള്ള ബന്ധമൊന്നും ആരും ആരെയും പഠിപ്പിക്കണ്ട. EK ഉസ്താദും അവരും തമ്മിലുള്ള എത്ര സ്ഥലങ്ങൾ ഞാൻ എണ്ണി പറഞ്ഞു. കോഴിക്കോട്ടെ സക്കാത്ത് വീട് മുതൽ നെല്ലിക്കുന്നിലെ ഉറൂസും മെഹറാജ് നേർച്ചയും പട്ടിക്കാട് ജാമിയ നൂരിയയിലും ഇന്നും ജീവിച്ചിരിക്കുന്ന ഉസ്താദുമാരുണ്ടല്ലോ, MT ഉസ്താദിനെ പോലെയുള്ളവർ. അവരതിന് സാക്ഷിയല്ലേ. ചെറുശ്ശേരി ഉസ്താദ് വന്നത് പറഞ്ഞു, അതുപോലെ ഉമർ അലി ശിഹാബ് തങ്ങൾ വന്നത് പറഞ്ഞു, അതുപോലെ ബേപ്പൂർ ഖാദിയുടെ സംഭവം പറഞ്ഞു. ഇതിന്റെ അപ്പുറത്തിന് ഇവ വേറെ ആരോ പറയണോ? ഇതിവിടെ സ്ഥിരപ്പെടുന്നു കണ്ടപ്പോ ലാസ്റ്റ് പോലെ അവസ്ഥ നോക്കി. കുട്ടിയസന്താരിമിയുടെ ക്ലിപ്പെടുത്താ വന്നത്. കുട്ടിയസന്താരിമിയുടെ ക്ലിപ്പെടുത്ത് വന്ന് ഞങ്ങൾ കഴിഞ്ഞ തവണ പൊളിച്ച് കയ്യിലാണ് കൊടുത്തത്. കുട്ടിയസന്താരിമിയുടെ ക്ലിപ്പേറ്റ് വരികയാണെങ്കിൽ നിങ്ങൾ ആദ്യം അംഗീകരിക്കേണ്ടത് AP അബൂബക്കർ മുസ്ലിയാർ ആട്ടി എന്നുള്ളതാണ് അല്ലേ? നമ്മൾ കേട്ടല്ലോ. എന്നാലും ഒരു സാമ്പിളിന് കേട്ടോളി. ഒരു ജില്ലയിൽ നിന്ന് ഒരാളൊക്കെ ആരെങ്കിലും അങ്ങോട്ട് കയറി ചെല്ലുന്ന ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? AP അബൂബക്കർ മുസ്ലിയാർ ഞാൻ കണ്ടിട്ടുണ്ട്. അവസാനമായിട്ട് മുമ്പര് വന്നിട്ട് ഇങ്ങനെ ബാതിലും പിടിച്ചിങ്ങനെ നിന്ന്, പുറത്തു പോവാ, നീ എന്തിനാണ് ഇങ്ങോട്ട് കയറി വരുന്നത്? നീ ഇങ്ങോട്ട് കയറാൻ പാടില്ല. ഞാൻ ഞെട്ടിപ്പോയി. അതൊരു എതിർപ്പില്ലാത്തൊരു കാലാണ്. ഇങ്ങോട്ട് വരരുത്. മർക്കസിന്റെ പ്രസിഡന്റ് ശംസുൽ ഉലമ, സെക്രട്ടറി AP അബൂബക്കർ മുസ്ലിയാർ. മുമ്പ് ഭയ ലോകത്തിന് അങ്ങനെ വന്നതാ. ഇവിടെയൊക്കെ ഇനി കയറാൻ പാടില്ല, എന്റെ പറമ്പിൽ കയറാൻ പാടില്ല. ഇരിക്കുന്ന പണി ആർക്കുമില്ല. ഒരാൾ എന്റെ പറമ്പിലേക്ക് ചവിട്ടരുത് എന്ന് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരോട് നല്ല സമയത്ത് EK ഉസ്താദ് പറഞ്ഞു.
അപ്പൊ അത് ശരിയാണെങ്കിൽ ഇതും ശരിയാകണം. അതേ വിഷയമാണ് വന്നത്. ഇവരെന്താണോ പറഞ്ഞ് അതാ വന്ന്. അപ്പൊ അവര് പറഞ്ഞു AP കുറിച്ച് പറഞ്ഞത് കള്ളത്തരാണ്, മറ്റത് ശരിയുമാണ്. അപ്പൊ നമ്മൾ പറഞ്ഞത് അടുക്കളയിൽ പോയി പറഞ്ഞാൽ മതി. ഇവരെ കുറിച്ച് പറയുമ്പോ കളവ്, അല്ലാത്തത് ശരി. ശരിയാണെങ്കിൽ ഒക്കെ ശരി, ശരിയല്ലേ ഒന്നും ശരിയല്ല. എന്നിട്ട് പറയാ, എന്നിട്ട് വഹാബ് സഖാഫിയുടെ എഴുത്ത് കുടുങ്ങിയപ്പോഴേ അത് ഞങ്ങള് മുജാഹിദുകളോട് അൽമനാറൊക്കെ പറയുന്നത് പോലെ പറഞ്ഞതാണ്. അൽമനാർ പറഞ്ഞതുപോലെ പറയാൻ ഇവിടെ എങ്ങനെ പറ്റും? ഞങ്ങളോടല്ലേ സംസാരിക്കുന്നത്. ഞങ്ങളോട് സംസാരിക്കുമ്പോ ഞങ്ങളത് മശായിഖിൽ നിന്ന് നേരെ കേട്ടതാ. EK ഉസ്താദിനോടുള്ള ബന്ധം അതിന്റെ ക്ലിപ്പടക്കം കാണിച്ചു തന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തിയതാണ്. അവിടെ പിന്നെന്ത് ധാരിമി? ഞങ്ങൾ പറയൂലേ ഒരു ബന്ധവും സത്യമായി അതിനില്ല. ഞങ്ങളെ നേർക്ക് നേരെയുള്ള മശായിഖും അഹ്ലും ഒന്നിച്ചു പറയുമ്പോ ഇത് ഞങ്ങളോട് പറഞ്ഞിട്ട് എന്താ കാര്യം? പിന്നെ അത് എങ്ങനെ വന്നെന്നുള്ളത് ഈ മമ്പാടാൻ മനസ്സിലാക്കിയതുമില്ല. ഇത് എന്തിനാ ഞങ്ങൾ കൊണ്ടുവന്ന് AP അബൂബക്കർ മുസ്ലിയാർ വന്ന വീഡിയോ ഞങ്ങൾ ഇട്ടപ്പോ അതിനെ ചെറുക്കാനാണ് കുട്ടിയസും ദാരിമിന്റെ വീഡിയോ ഇട്ട്. ഇവിടെ AP അബൂബക്കർ മുസ്ലിയാരാ പ്രതിപക്ഷത്തുള്ളത്, ഞങ്ങളല്ല. AP ഒരാളാണല്ലോ പോയത്. അപ്പോ ഒരാൾ ഇങ്ങനെ പറഞ്ഞിട്ട് ആ ചോദ്യം AP ഒരാൾക്കാ വരിക. അപ്പൊ AP ഉസ്താദ് വന്നതിനെ പ്രതിരോധിക്കാൻ നിങ്ങൾ പറയുമ്പോ സാക്ഷാൽ AP ഉസ്താദിനെ അംഗീകരിക്കുന്നവരെ കൊണ്ടുവരണം. ഞങ്ങൾക്ക് വേണ്ടിയല്ലല്ലോ പറയുന്നത്. AP അവിടെ ഉണ്ട് എന്നുള്ളത് മറക്കണ്ട. AP പോയില്ലെങ്കിൽ ആൾക്ക് പറഞ്ഞു നോക്കിയെന്നു. ഇത് ഇരിക്കുന്ന ആള് സാക്ഷാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരാ. എന്നിട്ട് വഹാബിന് മറുപടി ഇല്ലപ്പോ ഞമ്മക്ക് ചരിത്രം പഠിപ്പിക്കാം. ഈ സംഘടനയിൽ നിന്ന് പിരിച്ചുവിട്ട സമയത്ത് ഒന്ന് EK ഭാഗത്തിലേക്ക് പോകാൻ നോക്കിയില്ലേ? അന്ന് പോകാതെ അന്നെ തടഞ്ഞു നിർത്തിയത് ഷെയ്ഖല്ലേ, പിന്നെ ഈ പോയല്ലോ, ഇത് രണ്ടും വൈരുദ്ധ്യല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. വഹാബ് സഖാഫി ഇദ്ദയുടെ കാലൊന്നും നമ്മൾ തമ്മിൽ പറയണ്ട, രണ്ടും സമല്ലേ അന്ന്. ഞങ്ങളെ രണ്ടാളും കൂടിയായിരുന്നു സംഘടന ഒരു ഭാഗത്താക്കിയത്. പിന്നെ ഇയാൾ പോയി എല്ലാ നേതാക്കളോടും പൊട്ടിക്കരഞ്ഞ് ഞാൻ ചെയ്യൂലോ, തെറ്റിപ്പോയി എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു നിങ്ങളും പറഞ്ഞാൽ എനിക്കാ പണിക്കാവില്ല പറഞ്ഞു. കോല ഷൂ നക്കണ തിരക്കല്ല, ഞാൻ മിണ്ടാതെ അനങ്ങാതെ ഒരു പണിയില്ലാതിരുന്നാലും അപ്പണിക്ക് ഞാൻ പോയില്ലാറിന് വിട്ടതവനെ. അവനെ ആദ്യം വിഷയം വന്നത്. പിന്നെ EK അബൂബക്കർ മുസ്ലിയാരുടെ സംഘടനയോട് ചർച്ച നടത്തി. അത് ആ കാലത്ത് നമ്മൾ പലരോടും ചർച്ച നടത്തിയിട്ടുണ്ട്. 1.5 കൊല്ലം വീട്ടിലിരുന്നപ്പോൾ പലരും വരും ചർച്ച നടത്തും. പിന്നെ അന്ന് പോകാതിരുന്ന എന്താണ്? അന്ന് പോകാതിരുന്നത് റഹ്മത്തായില്ലേ. അന്ന് ഞാൻ പോയിരുന്നെങ്കിൽ എന്താകുക? ശംസുൽ ഉലമയുടെ ആദർശം ഇങ്ങനെ പറയാൻ പറ്റൂലല്ലോ. കാരണം എന്നെ കൊണ്ടുപോകാൻ വന്ന ആളിൽ ഒരാൾ അമ്പലക്കടവാ. മൂപ്പരെ വരെ നിങ്ങൾ പിടിക്കാൻ നോക്കണില്ലേ? നാ പിടുത്തത്തിലൊന്നും പെടാതെ ആരെയും നോക്കാതെ ശംസുൽ ഉലമയെ പറയൂ എന്ന മാർഗത്തിലേക്ക് ഞങ്ങളെ എത്തിക്കാൻ തന്നെയാണ് ആ പണി ചെയ്യുന്നത്. ഇപ്പോഴല്ലേ ഉഷാറായത്. അത് ഓലുവരെ എന്നോട് പറയുന്നുണ്ട്, നിങ്ങളന്ന് വരാത്തന്നാ ഇപ്പൊ നിങ്ങൾക്ക് ഉഷാറായിട്ട് പറയാലോ, ആരും നോക്കണ്ടല്ലോ. അപ്പൊ ആ ജാതി കഥയൊന്നും മാന്തിക്കണ്ട, ആക്ക പിന്നെ അടക്കട്ടെ. അപ്പൊ പറഞ്ഞു വന്നത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പോയതാണ് ഇവിടുത്തെ വിഷയം. അപ്പൊ അത് നിങ്ങൾ പകരം കൊണ്ടുവരുമ്പോ നിങ്ങൾക്ക് സ്വീകാര്യനായ ആളെ കൊണ്ടുവരണം. പിന്നെ ഒന്ന് സ്വീകാര്യവും മറ്റേ തെറ്റും അതൊക്കെ നിങ്ങൾ അടുക്കളയിൽ പോയി പറഞ്ഞാൽ മതി. അതൊന്നും ഞങ്ങളോട് പറയണ്ട. ഞങ്ങൾക്ക് അങ്ങനെ ഒരാൾ ആവശ്യമില്ല. മനസ്സിലായോ? അപ്പൊ പോലെ കൊണ്ടുവന്ന മുഴുവനും ബാത്തിലായി. ആ നൂറ് ഇവിടെ സ്ഥിരപ്പെടുക തന്നെ ചെയ്യും. അതിനെ പ്രതിരോധിക്കാൻ ഒരു ഏപ്പിക്കാരനും സാധ്യവുമല്ല. പക്ഷെ ആ പോയിന്റ് ഞാൻ ഇന്ന് എടുത്തു പറയാൻ കാരണം കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ കൂടെയും നിങ്ങളില്ല. കാരണം അവർ അംഗീകരിച്ചവരാണ് കാന്തപുരം, ഇന്നും അംഗീകരിക്കുന്നു. അദ്ദേഹം അതിനുശേഷം ഇന്നും ഹയാത്തിലുണ്ട്. എതിരായ ഒരു വാക്കും പറഞ്ഞിട്ടില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ പറയിപ്പിക്കി, വെല്ലുവിളിക്കാണ്. ഹയാത്തിലുണ്ടല്ലോ, കൊണ്ടുവരി, പറയിപ്പിക്കി. ശരിയല്ല, പിറ്റേന്ന് ഞങ്ങൾ വരും. അന്നല്ലേ ക്ലിപ്പുകളുടെ പടക്കം, ഘോഷയാത്ര. പറയിപ്പിക്ക്, നിങ്ങൾ ഔദ്യോഗികമായി പറയിപ്പിക്ക്. ഏതോ അലവലാദികൾ കൂക്കിണീനെ ഒപ്പിച്ച് പറയുന്ന പോലല്ല ഞങ്ങൾ. അപ്പൊ SSF SYS ഉണ്ട്, EK ഉസ്താദില്ല, കണ്ണിയത്ത് ഉസ്താദില്ല, AP ഉസ്താദും ഇല്ല.